നാളെ മാർച്ച് 12 എന്റെ ബർത്ത്ഡേ ആണ്. അമ്മേ പാച്ചുള്ള ജീൻസ് ഒക്കെ നൈസ്. അമ്മേന്റെ ബർത്ത്ഡേ ആണ്. ഇന്നലെ ഞങ്ങളെ ബോധം പോയി. ബോധം പറഞ്ഞാലും പോയാ മതി. വിശന്ന് പ്രാന്തായി. I'm a YouTuber. Hi everyone, welcome back to the Lady and YouTube channel. ഇന്ന് മാർച്ച് 11th ആണ് കേട്ടോ. നാളെ മാർച്ച് 12 എന്റെ ബർത്ത്ഡേ ആണ്. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിപാടിയും ഇല്ല. ഇങ്ങനെ പ്രായം കൂടുന്നതിനനുസരിച്ച് എന്താ പറയാ, അങ്ങനെ പരിപാടികളായിട്ട് വെക്കണം അല്ലെ അങ്ങനെ എക്സ്പെക്ട് ചെയ്യരുത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ബർത്ത്ഡേ ഞാൻ ഇരിക്കുന്നത്. പക്ഷെ ഞാനിപ്പം മാളുവിന്റെ വീട്ടിലേക്ക് പോവാണ്. പക്ഷെ ഞാനിപ്പം പോയിട്ട് ഒരു 1 ഒക്കെ ആകുമ്പോൾ തിരിച്ചിങ്ങോട്ട് വരും. ഗായ വരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അവൾക്ക് എന്തൊരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യത്തിന് വേണ്ടി അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നിട്ട് വീട്ടിൽ വന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ പുറത്ത് പർച്ചേസ് ചെയ്യാൻ പോവാന്നാ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാട്ടോ. അങ്ങോട്ട് കൈയുണ്ട് വിശക്കുന്നല്ലോ മാളു. ഈ പ്രാന്താവുന്ന വിശപ്പ്. ചിക്കൻ എപ്പം പൊരിയാനാ? അമ്മയാണെങ്കിൽ മറ്റേ സിമ്പിളാക്കിയിട്ട് ഇവക്കൊരു എൻട്രി കൊടുക്കാൻ ഇൻട്രോ അമ്മയെ പാച്ചുള്ള ജീൻസൊക്കെ ഇട്ടിട്ട് ഞാൻ നിന്നെ കണ്ടിട്ടില്ല. ആരതുമാണ്? അപ്പൂസിന്റെയോ? സ്വന്തമാണ്. കൊള്ള നൈസ്. അതിങ്ങനെ വായൊക്കെ തുറപ്പിക്കണം. അത് മാത്രല്ല വായന്റെ ഉള്ളിൽ നോക്ക്. അതുകൊണ്ട് തിന്നൂല. അപ്പൊ ഇങ്ങനെ തുറപ്പിച്ച് ണ്ടോ മാമ കഴിച്ചോ? സോറി മാളെടുത്തോ. അപ്പൊ ഇന്നത്തെ ചോറ് വൻപയറ്, മുരിങ്ങയില, കറിമുരിങ്ങയില, പരിപ്പും ചിക്കൻ ഫ്രൈ, മുളക് വറുത്ത പുളി, പപ്പടം, അങ്ങനെ എല്ലാം ഉണ്ട്. വിളിക്കാവേ. ചോറിട്ടിട്ട് ഇത് ഒഴിക്കേ. ഇതല്ലേ ഇതൊരു സാധനം. അറിയില്ല, പാലക്കാട് ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്തെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഓരോരുത്തർ പാലക്കാടുള്ളവർ ഇങ്ങനെ കൂട്ടി നോക്കുന്ന രസം പോലെ ഇരിക്കും. അങ്ങനെ രസത്തിന്റെ വേറൊരു സാധനം. ആരും മൂടന്നെ. ഒരു പപ്പടോ രസം മാളിന് ഇഷ്ടം. ഇന്നലെ ഏട്ടൻ പോകുമ്പോ കൊണ്ടുപോയിട്ടുണ്ട്. ലെഗ് പീസ് എങ്ങനെ ഉണ്ടത്? ഗായ എനിക്ക് ഇത് ട്രൈ ഞങ്ങൾക്ക് എന്താ ഇഷ്ടം. കമ്മോൺ. ഇതിന് സ്പൂണില്ല മാളു? സ്പൂണില്ല.
ഓക്കെ ഗായ എനിക്ക് ഗായ ഉറങ്ങാൻ സമ്മതിക്കില്ല താഴെ വന്ന് നമുക്ക് കഴിക്കാം ഓ ഏതാ സൂപ്പർ സ്റ്റാർ ഗൈസ്. അയ്യോ എന്റെ മുറിപ്പ് എനിക്ക് വേണം. എന്താ സൂപ്പറാ അത് ആയിരിക്കും ആണെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ട്രൈ ചെയ്യട്ടെ. അല്ലാതെ നെക്സ്റ്റ് ഇഷ്ടപ്പെട്ടോ? ഇല്ല റീച്ച് താഴെ നിൽക്കുന്നുണ്ട്. എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. എടാ നീ ഇതെന്ത് കാണി എടുക്കണോ? ഇങ്ങോട്ട് താ, ഞാൻ എടുത്തരാം. എനിക്ക് ഇത് തരാൻ പറ്റുമോളൂ? എഴുതിട്ടോ എടുക്കാട്ടോ. ഇത് എന്റെ ഒരു ഫ്രണ്ട് ബേക്ക് ചെയ്യണതാ. കടന്നൊക്കെ തിന്നതായി പോണ്ട. സൂപ്പർ അടിപൊളിയല്ലേ അല്ലേ? അമ്മേന്റെ ബർത്ത്ഡേ അതൊക്കെ എല്ലാവരും അമ്മേനെ വിഷ് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ. പക്ഷെ അമ്മയെ കേക്കെല്ലാം ഞങ്ങൾ മധുരം കഴിച്ച് മട്ടിച്ചിരിക്കുക. മോളി ഫോണും പിടിക്കുമോ? ഇങ്ങനത്തെ കട്ടിയാ കേട്ടോ. ഗായ എപ്പോഴും ഉറങ്ങിപ്പോയി. അപ്പം ഹാപ്പി 32 എന്നൊക്കെ പൊളിക്കണതൊക്കെ. അയ്യോ ഇല്ല പ്രാർത്ഥിച്ചു. മതി സീന്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. സംഭവം നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് വേണം. എനിക്ക് പേരിന് കേട്ടോ ലിറ്റിൽ ബിറ്റ് വെരി ലിറ്റിൽ അറിയാലോ. ഗായ ബോധം പോയി. അല്ല ഒന്നാം കൂടി കിടക്കാനാവില്ല. അപ്പം അന്ത് വരും. അപ്പൊ ആ സമയം വരെ നമ്മള് സിനിമ കണ്ടിട്ട് ഞങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ ടു മീ എന്നൊക്കെ. ഹാപ്പി ബർത്ത്ഡേ അഞ്ജു. ഇന്നത്തെ പരിപാടികൾ തുടങ്ങുകയാണ്. മൈക്ക് കരുതണം. മൈക്ക് കേട്ടാലിന്റെ ഇവിടെ വെച്ചിട്ട് പുറത്ത് കേട്ടിരിക്കുക. അങ്ങനെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. നമ്മളിതങ്ങനെ ഇന്നലെ ഞങ്ങളെ ബോധം പോയി പറയുമ്പോ തെറ്റിദ്ധരിക്കണ്ട. മധുരം തിന്ന് മത്തായി ഞങ്ങളെ ബോധം പോയി. അതെ ബോധം പോയ ഗായ അടിപൊളിയായിരുന്നു. കണ്ണ് ഓർക്കണല്ലോ കേട്ടോ. പക്ഷെ വാർക്കുണ്ട് കറക്റ്റ് ആയിട്ട് എങ്ങനെയാ. അപ്പൊ ഞങ്ങക്ക് കുറച്ച് ടാസ്കുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് മൂന്നാളും കൂടി കാറില്ല കയ്യില്. അപ്പൊ അനന്തുവിന്റെ താർ എടുക്കാൻ വേണ്ടി നമ്മള് കാറില്ലാത്തതിനെ കൊണ്ട് താർ എടുക്കാണ്. ബർത്ത്ഡേ ആയതുകൊണ്ട് താർ എടുക്കുന്നതല്ല. ഭയങ്കര വിശ്വാസമുള്ളവർക്ക് മാത്രമേ വണ്ടി എടുക്കൂ. ഞങ്ങൾ യൂസ് ചെയ്തു. അതെ ഞങ്ങളല്ല ഗായാണ്. അപ്പൊ ഞങ്ങള് പോവാണ്. അപ്പൊ ബാക്കി നമുക്ക് താറിൽ കാണാം. ടാറ്റാ. എന്താ പുതിയ ബാർ? പുതിയ ബാർ എനിക്കെല്ലാം ആളും. എനിക്ക് ഏത് ബാറിലായാലും പോയാൽ മതി. ഇല്ലല്ല നമ്മള് രണ്ടുപേരും പോകാത്ത ഏതെങ്കിലും ബാർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അതപ്പ ഇങ്ങനെ നോക്കുന്നതിനേക്കാൾ നല്ലത് അനന്തിന് വിളിച്ച അന്തിപ്പ പറഞ്ഞത്. നിങ്ങൾ അവിടെ പോയി നോക്കൂ. ഓക്കെ അന്തിന് വിളിച്ചോ. അനന്ത് എപ്പോഴും നമ്മളെ വ്ളോഗിൽ വരാറുണ്ട്. അന്തുടു can you tell us which bar to go? The task is ഞങ്ങൾ പോവാത്ത ബാർ ആയിരിക്കണം. അതാ ഞാനും പറഞ്ഞ എന്തു പറഞ്ഞ എനിക്കറിയില്ല. എന്ത് ഫോട്ടോ നല്ലതാ? സ്പേസ് തീംഡ് ആയിട്ട് സ്പേസ് തീം എടുത്താലോ? ഓ സ്പേസ് എനിക്കിഷ്ടാണ്. ഓക്കെ അപ്പൊ ഗാന്ധി സ്റ്റാച്യൂവിന്റെ അടുത്ത് കൗബോയ് എന്താ പറഞ്ഞ കൗബോയ് അത് വേണ്ട അന്ത് വ്ളോഗിലുണ്ട്. വേണേ ഒരു ചിരിയൊക്കെ ഇട്ടോ ഒരു സ്റ്റൈലായിട്ട്. ബ്ലോഗിലുണ്ടോ? ഓക്കെ ശരി ബൈ. അപ്പൊ ഞങ്ങൾ അതിന്റെ പേരൊന്നും അറിയില്ലല്ലേ? പേര് ഞാൻ അയച്ചിടാം. ഓക്കെ ബൈ ബൈ. അന്ത് ഫ്രീ ആകുമ്പോ താങ്ക് യു. നമുക്ക് കവര് കാണാൻ പോവാം. അവര് രാത്രി
എന്താ അവിടെയല്ല, രാത്രി. രാത്രി ലേറ്റ് നൈറ്റ്. അപ്പൊ നോക്കാം ഓക്കെ ബൈ. ബൈ ബൈ ബൈ. എന്ത് പോയി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത. ഓക്കെ, അപ്പൊ നമുക്ക് സ്പേസ് തീം ബാർ. അത് പക്ഷെ ആണോ അല്ല അറിയില്ല കേട്ടോ. സ്പേസ് തൃപ്പൂണിത്തുറ മൂട് പിടിക്കാം. പിടിക്കാം. എനിക്ക് ഇവിടെ 5 മണിയാകുമ്പോഴേക്കും എനിക്ക് ഫ്രീ ആക്കണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ദേശീയ ഊബർ എടുത്ത് വരാം. തൃപ്പൂണിത്തുറ മൂട് പിടിച്ചപ്പോഴേ ഓ എടാ കിട്ടി നോക്ക്. അഞ്ചു കൂൾ വേദനിപ്പിക്കുന്ന പണി. എന്ത് ടാസ്കാ നീ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ വേറെ പോലത്തെ ആളാ. മറ്റേ ഗെയിംസ് കള്ളക്കളി കളിക്കുക, ഇങ്ങനെ ഒരാൾക്ക് പണി കൊടുക്കാനൊക്കെ നിനക്ക് ഇഷ്ടം. എന്ത് പണി? കൊള്ളാം. പോമ്പോ അവിടെ പോയിട്ട് നമ്മള് നമ്മുടെ സ്പേസ് ആക്കുന്നു. ഓക്കെ ഓക്കെ. സോബറായി ഞാനുണ്ടോന്ന് പറ. ഡ്രൈവർ അങ്ങനെ ഞങ്ങളീ നോക്കണം, വണ്ടിയും നോക്കണം. നീ കൂട്ടത്തിലെ റെസ്പോൺസിബിലിറ്റി മുംബൈയിലെ ഓഡിയൻസിന് വേണ്ടി മുംബൈയിലെ ഓഡിയൻസിന് വേണ്ടി ഗാഗ. ആരും മനസ്സിലായിട്ടല്ലോ. ഗാഗ ഞങ്ങൾ ഇപ്പം താറിൽ കയറും. എനിക്ക് ബാക്ക് വേദനിക്കുന്നു. ഇരുന്നിട്ട് ബർത്ത്ഡേക്ക് പറയാൻ പറ്റിയ I'm 32. ഓക്കെ, ഞങ്ങൾ കയറട്ടെ കേട്ടോ. ഗായബ്. അതെ തെളിവുണ്ട്, എല്ലാത്തിനും തെളിവുണ്ട്. വണ്ടി എവിടെയാ? വണ്ടി അവിടെ, നമ്മള് സൈഡാ. ബാഗ് എടുത്തു, എല്ലാം എടുത്തു. ഇവിടുത്തെ പെയിന്റ് നമ്മളെ ഡ്രസ്സിന് മാച്ചാന്നൊക്കെ. ഗായ യെസ് അമ്മേ. തല നൈസായിട്ട് തട്ടി. അമ്മേ മാളു. ഓക്കെ സെറ്റ് ഓൾ സെറ്റ്. സെറ്റ് അല്ലേ മാളു? അനന്ത് ഈ വ്ലോഗ് കാണണ്ട, ഉറപ്പല്ലേ? ലെറ്റ്സ് ഗോ ഗൈസ്. അല്ല നമുക്ക് ഇവിടെ പോയിട്ട് ബാങ്ക് ഈ വഴി തന്നെ ഇറങ്ങാല്ലേ? റൈറ്റ് എടുത്തോ ഗായ. മറ്റേ ബാങ്കിലല്ല, ഓപ്പോസിറ്റുള്ള. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നു. അതുകൊണ്ട് മാളു വഴി അറിയാനാവാ. മാളു വഴി പറഞ്ഞു. ഓ അവളെ കൂടെ ഞാനാ വഴി പറഞ്ഞു കൊടുക്ക. ഞാൻ റൈറ്റ്. ഓ എനിക്ക് മറ്റേ വണ്ടിയാ മാളു. എനിക്കൊരു സംശയമുണ്ട്. പോയത് മേലെ കണ്ടോ? എനിക്കൊരു സംശയമുണ്ട്. കുടിച്ചിട്ട് കഴിക്കണോ കഴിച്ചിട്ട് കുടിക്കണോന്ന്? വിശക്കുന്ന നല്ലല്ലേ? എനിക്ക് വിശക്കുന്നുണ്ട്. ഒബ്രോൺ ടാസ്ക് കഴിഞ്ഞാൽ നേരെ ടോപ്പ് പോയിട്ട് ബിരിയാണി കഴിച്ചാലോ? അല്ല, അവിടെ എത്തുമ്പോഴേക്കും ആ തിരുനെളിയായി അല്ലേ മാളു? നിർത്ത് ഇവിടെ ലെഫ്റ്റിൽ നിർത്തുന്നത് നല്ല ആളെ വഴി. ഡ്രൈവർ സീറ്റിൽ എന്തോ വെച്ചിട്ടുണ്ട്. ഇവിടെ കിട്ടിയായിരുന്നോ എന്തെങ്കിലും? എന്ത് എന്തെങ്കിലും പേപ്പറോ? ഇല്ല, എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ല. അല്ല, നീ കഴിച്ചു നോക്കിയിട്ടില്ല ടൈപ്പ്? കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് നീ കഴിക്കണം. സോ ഗുഡ്. എന്താ ബിരിയാണി അല്ലേ കൊണ്ട്? അതെ. എന്ത് മാളു എന്ത് പറ്റി? നിന്റെ ടോണീസ് കിച്ചൺ ഇങ്ങനെയെങ്കിലും കൊണ്ടാണ്. എനിക്ക് എന്തോ ഒരു അറിയില്ല. പക്ഷെ കുടിക്കണമെങ്കിൽ ടോണീസ് വേണ്ട. ടോണീസ് ഒക്കെ അടിച്ച് ഇങ്ങനെ ഇറങ്ങിയിരിക്കും. അത് നമുക്ക് അതിനായിട്ടൊരു ദിവസം പോവാം. അല്ലെങ്കിൽ സ്റ്റേക്ക് കഴിക്കാം. അങ്ങനത്തെ ടൈപ്പ് വേണം. വേണ്ട ബിരിയാണി അല്ലെങ്കിൽ മന്തി. അത് രണ്ടുമാണ് എന്റെ അറിയാലോ ഇതൊക്കെ. മന്തി പിടിച്ചാലോ? ഇന്ന് ഇവര് പറഞ്ഞു. അയ്യോ, ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, അന്ന് അപ്പൂനെ കണ്ടപ്പോ അപ്പും പറഞ്ഞു
ആ അൽറീം അൽഡ്രീം ട്രൈ ചെയ്താലോ? ട്രൈ ചെയ്താലോ? മന്തി ഗായ മന്തി കഴിക്കൂലേ? ഇവരെ കൊണ്ടൊക്കെ തൊല. നമ്മള് കോഴിക്കോട് നിന്ന് തന്നെയല്ലേ ഇത് ബിരിയാണി ബിരിയാണി. ഓക്കെ അമ്മേ എനിക്ക് വിശക്കുന്നേ എനിക്ക് തലവേദനക്ക് സത്യം ദേഷ്യം വരുന്നു. ഇത് ഗ്രൂപ്പിലൊക്കെ ഇട്ടെ നമ്മളെ ഫോട്ടോ മൂഡ് അതേതാ? ഞാൻ ഉണ്ടല്ല, ഞാൻ ആദ്യമായിട്ടേക്ക്. പക്ഷെ ഞാൻ വേണമെന്നില്ല, ചോദിച്ചതാ. വിശന്ന് പ്രാന്തായി. അയ്യോ എനിക്ക് വിശക്കുന്നേ. ഓ മാളൊരു ടാസ്ക് ചെയ്യാൻ പോയി. ടാസ്ക് കൂടെ കഴിഞ്ഞ അവളെ ടാസ്ക് കഴിഞ്ഞ് പിന്നെ മൊത്തം എന്റെ ടാസ്ക് ആയിരിക്കും. എനിക്ക് വിശക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ ഞാനില്ല. പക്ഷെ ഗ്രൂപ്പ് മാറിപ്പോയതാ തോന്നുന്നു ഇട്ടത് അല്ലേ? ഓക്കെ ഓക്കെ തോന്നി. എനിക്ക് ഫോട്ടോ എയർ ഡ്രോപ്പ് ചെയ്താ ഞാൻ സ്റ്റോറി ഇടട്ടെ. ബ്രൗൺ ലേഡീസ് എല്ലാം അയക്കണം. അത് മാത്രം അയച്ച അതാ രസം നോക്ക്. അല്ല അതല്ല, അതല്ലാതെ നമ്മൾ പോയിട്ട് സ്റ്റേഡിയത്തിന്റെ അവിടെ ആയിരുന്നു തോന്നുന്നു. ക്ലബ് ഷോ ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല. എന്താ വിശന്നു വിശന്നു. ആ ഓടിപ്പോയി ഓർഡർ ചെയ്യുമാളൂ. എന്താ കുനാഫ? ഇനി വേണ്ട, വയ്യ. ചെരുപ്പ കഴിച്ചിട്ട് ഇതാകുമ്പോ മാളു മന്തി കഴിച്ച് കിടക്കാന്നൊക്കെ. പാവം നമ്മൾ അന്നദാനത്തിലൊന്നും പിള്ളേര് ഹോംലെസ് ഫീൽ കണ്ടോ? ബർത്ത്ഡേക്ക് ഞങ്ങൾ നിലത്ത് ഗ്രൗണ്ടഡ് ആണ് ഞങ്ങള് ഗായക്കി. അതെട്ടാ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. നീ ഞാനും ഗായയും ആനന്ദവും. യെസ് യെസ്. ഇന്ന് കൊറേ ആദ്യത്തെ കാര്യങ്ങളാണോ? നല്ല എരിവുണ്ടല്ലോ. എത്ര പെട്ടെന്ന് വന്നു കേട്ടോ. അടുത്തടുത്ത് കഴിക്കാം. വിശക്കുണ്ട്. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും വയ്യ. ഞാൻ കഴിക്കാൻ പോവാ. ബൈ ബൈ ബൈ. ഒട്ടും പേരില്ല. ഫുഡ് കഴിച്ചപ്പോൾ മക്കളെ ആശ്വാസമായത്. മാളു ഓക്കെ ആരോട് പെട്രോൾ അടിക്കാതെ ഇങ്ങോട്ടാകുമ്പോ പോകാനുള്ള ഡയറക്ഷൻ ഏതാ? അങ്ങോട്ടോ നേരെ അങ്ങോട്ടേക്ക് പോവാനുള്ള രണ്ടും ആണെങ്കിലും. മാം എനിക്ക് ഇന്ന് ആക്ച്വലി ഓർഡർ കൊടുക്കണായിരുന്നു. നമ്മളിതാ മൈക്കോണ നമ്മളിതാ തിരിച്ച് മാളുവിന്റെ വീട്ടില് വന്ന് ഒന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ഊബർ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. ഊബർ എത്തി. ഞങ്ങൾ ഇതാ പോവാണ്. ഞാൻ നൈസായിട്ടൊന്ന് ടീഷർട്ട് മാറ്റി. ഇപ്പൊ തന്നെ നല്ലൊരു ആശ്വാസം. ഒരു പരിപാടിക്ക് പോലെ അപ്പം കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു. അവിടെ ലൈറ്റ് ഓട്ടോമാറ്റിക് മായല്ലേ ഗായ. ഓ അവരെ വണ്ടിയാണ് കേറുന്നു വിചാരിക്കുന്നു. കീ വെച്ചില്ലേ വീട്ടില്?
ഗായയും മാളും വന്നു കഴിഞ്ഞാൽ ഫുൾ പുതിയ പേരൊക്കെ വരും. മായൊക്കെ വരും അതിന്റെ ഇടയ്ക്ക്. അറിയാണ്ട് മായ, ഗായ, മാളു. അത് പേരടിക്ക് സ്പേസ് ഇവരൊക്കെ പോട്ടെ, എനിക്ക് പേടിയത് വണ്ടി ഫോണും മാറ്റി വെക്കട്ടെ. അത് സീബ്രലയിൽ നടക്കണതാണ്. മഴ എന്നെ കൂട്ടെ. അയ്യോ അവര് ചിരിക്കുന്നവരെ എങ്ങനെയാ? നിങ്ങൾ പോക്കോ, നിങ്ങൾ പോയില്ലേ? അവര് പോണേ ഇതൊക്കെ ഞാൻ ഫോണൊന്നും മാറ്റിക്കട്ടെ. പേടി ഞങ്ങൾ ഫോണൊക്കെ മാറ്റിയിട്ട് ഇതാക്കാൻ പോവാണ്. ക്ലോസ് ചെയ്താൽ മതി. സ്പേസിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നത്. വാവ്, മാളു ലൈറ്റില് നല്ല ഭംഗി കാണുന്നത്. സ്പേസിലേക്ക് ഞങ്ങൾക്ക് കുറച്ച് സൗണ്ട്. ഓ മാളു, എനിക്ക് ഇങ്ങനത്തെ പടങ്ങളൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോ കളിക്കുന്നത് ഇവിടെ വന്നിട്ട് കുടിച്ചിട്ട് മതി ചിരിച്ചു കഴുത്ത് വേദനിച്ച്. ഇതായത് ഇങ്ങോട്ടല്ല, ഇതൊന്ന് തിയേറ്റർ ആണോ? തിയേറ്റർ മൂടാ. മാളൊക്കെ മങ്ങോ എടുക്കട്ടെ. ക്യാപ്ചർ അതിനടിക്ക ഇവിടെ മറ്റേതൊക്കെ ചെയ്യാവോ? ഓ ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. ആൾക്കാർ ഇതാണോ അതൊക്കെ. എന്താക്കാൻ പറ്റാത്ത? നമുക്ക് എവിടെ ഇരിക്കണം? ഇവിടെ ഇരുന്നാലോ മാളോ? ഓ ഷിറ്റ്. അഞ്ജുന് വേണ്ടി സ്പെഷ്യൽ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യുന്ന പറഞ്ഞിട്ട് നന്നായി കാണുന്നുണ്ട് നിന്നെ. പല്ലുണ്ട്, നീ ഉണ്ട് ഇച്ചിരി. നമുക്ക് ഈ ഫ്ലോറിൽ ലൈറ്റ് അത്രേ വന്നുള്ളൂ. ഓ ഷൗട്ട് മാള് മാറി കുറച്ച് ഉണ്ട് നോക്കാം നമുക്ക്. എത്ര കിട്ടും? നീ എന്താ അജുനെ പോലെ? നമുക്ക് നീ ഓർഡർ ചെയ്യാട്ടോ. അവർ നോക്കിട്ട് പറ, ഓർഡർ ചെയ്യാം നമുക്ക്. എന്താ മാളു ഓർഡർ ചെയ്യാം? എന്താ അതുണ്ട്, മതി നോക്കി. ഇത് മതിയായിരുന്നു. ഈ ഒരു മോഡിലിരിക്കാൻ പറ്റുമോ? ഇതിന് വീഡിയോ കിട്ടുന്നത്. ആ ഓക്കെ. Cheers to Anju. Happy birthday. Cheers to growing younger every year. Kinder. ശരിയല്ല. Okay, bye. Cheers. ഇങ്ങോട്ട് വരണ്ട. കുറച്ച് ചിക്കൻ
കുക്ക് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. സ്വീറ്റ് മാംഗോ എനിക്കിഷ്ടം. ഫുഡിനൊരു ടേസ്റ്റ് കുറവുണ്ട്. അല്ലാണോ അല്ലേ അല്ലാന്ന് ഒരിക്കലേ രാവിലെ പച്ചക്കറി കട്ട് ചെയ്തതിലുണ്ട് അത്. മനസ്സിലാകുന്നില്ലേ ഇല്ലേ? ഒന്നും മനസ്സിലാവുന്നില്ല. മൈക്ക് ഉണ്ട് പക്ഷെ അപ്പുറത്ത്. ഒരു ഫ്ലേവറും ഇല്ല, ഒരു ഫ്ലേവറും ഇല്ല. ഇല്ലേ? സോറി ഞാൻ നിന്റെ നിന്ന് പറയുന്നില്ല, നീ പറ. അല്ല പറ, ചെമ്മീന് ടേസ്റ്റ് ഇല്ലല്ലോ. ചെമ്മീൻ വേണ്ട മോളെ. ഏറ്റവും ടേസ്റ്റ് എന്തിനാ അറിയാം? ചെമ്മീൻ പൊരിച്ച് ചട്ടിയിൽ ചോറിട്ട് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. അല്ലേ? അതാ പറഞ്ഞ. അപ്പൊ അങ്ങനെ ഫ്ലേവർ വരും ഈ മസാലയിൽ. നമുക്ക് നമ്മുടെ ഷെഫിനെ ഓൾ ടുഗദർ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഫ്രഷ് ചെമ്മീൻ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കിയാലും നന്നാവില്ല. പക്ഷെ നല്ല ചെറിയ ചെമ്മീൻ ഏറ്റവും ടേസ്റ്റ്. ചേട്ടൻ്റെ ആയിട്ട് എപ്പോഴും അത് വാങ്ങിക്കാം. അച്ചാർ ഉണ്ടാക്കാനൊക്കെ എപ്പോഴും ചെറിയ ചെമ്മീൻ അടിച്ച് മാള് പല പ്രാവശ്യം പറഞ്ഞേ ഐ എം എ യൂട്യൂബർ. ലാൻഡ്സ്കേപ്പ് എടുക്കണം. ഫ്രഷ് ആയി വെക്കാൻ വേണ്ടി ഗ്ലാസ് കൊണ്ടുപോകാൻ പറ്റില്ല. ഗ്ലാസ് മാത്രം എനിക്ക് അതോട് എനിക്കിത് കൊള്ളും തോന്നുന്നില്ല മാളു. അഞ്ചു യു ക്യാൻ. നമ്മൾ ഒരിക്കലും ഒന്നും പറ്റില്ല എന്ന് പറയാൻ പാടില്ല. ഈസി ഈസി. ഇനി ആ ബിസ്ലറിയോ എന്താ ചെയ്തേക്കണെന്ന് വെച്ചാൽ അതൊന്ന് പൊളിച്ചു കള. എസ്തെറ്റിക്സ് ബ്രോ. വീട്ടിൽ പോയിട്ട് വേറെ ബോട്ടിലുണ്ട്. ഇത് പൊളിച്ചെടുക്കും പോയിട്ട് എൻ്റെ പ്ലീസ്. എസ്തെറ്റിക്സ് ഇവിടെ നീ നോട്ട് ആനിമൽ ട്രേഡ്സ്. പറയണ്ടായിരുന്നു. ഫോർക്ക് എടുക്കണ്ട. 5 cute. Okay, അതൊക്കെ മാറ്റ്. Cutie. Enjoying the birthday gift by the lovelies. So cheers. Oh God. Yes. ഇവിടുത്തെ എല്ലാവരും പോകുമ്പോൾ കൊണ്ടുപോട്ടെ. വെയിറ്റ് താങ്ങില്ല. വെള്ളം പറഞ്ഞാലോ ഗൈസ്. ബൈ. ഇത് മറ്റേ റെഡ് കാർപ്പറ്റിലൊക്കെ വന്നതിനല്ലോ ഫോട്ടോ എടുക്കാൻ സ്ഥലം. വെരി സൂൺ. കുഴപ്പമൊന്നുമില്ല. മാളു അത് നമ്മുടെ പ്രശ്നമായിരുന്നു. ഗ്രേവി മാത്രം ചീത്തല്ല. ഏത് ഹോട്ടലും ഫ്രഷ് ആയിട്ടുള്ള
പരിപാടി